ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിരുന്നത് നമ്മൾ ഡീലർഷിപ്പ് വരെയായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ഇനി ബാക്കിയുള്ള നമുക്കിനി പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പോർഷൻസ് നമ്മുടെ ഈ ഒരു ഓഡിയോ ഓൺലൈൻ മോഡിൽ തന്നെ നടത്തുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ പേജ് നമ്പർ 66 നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു ടേമിലോട്ടാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത്. നെറ്റ്വർക്കിംഗ് പേജ് നമ്പർ 66. അപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. എന്ന് പറഞ്ഞാൽ പലരുമായിട്ട് റിലേഷൻഷിപ്പിൽ, അതായത് പലരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ കസ്റ്റമേഴ്സായിട്ടോ അല്ലെങ്കിൽ സപ്ലയേഴ്സായിട്ടോ അല്ലെങ്കിൽ അതർ ഓണ്ടർപ്രണേഴ്സായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കൺസൾട്ടൻസുമായിട്ട് ഇവരോടൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സർക്കിളിനുള്ളിൽ വരുന്ന അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് പുലർത്തുന്ന എല്ലാവരും കൂടി ചേർത്തിട്ടാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് കോണ്ടാക്ട് ടു സപ്പോർട്ട് പേഴ്സൺസ് ഗ്രോത്ത് ആൻഡ് ഓണ്ടർപ്രണോറിയൽ വെഞ്ചർ. അപ്പോൾ ഒരു ഓണ്ടർപ്രണേഴ്സിന്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ മറ്റു പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു കോണ്ടാക്റ്റ് വെക്കുവാനൊക്കെ ആയിട്ട് നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓണ്ടർപ്രണേഴ്സ് ടു ഫോം ബിസിനസ് റിലേഷൻഷിപ്പ്, ടു ആക്ട് അപ്പോൺ, ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ടു സീക്ക് പാർട്ട്നേഴ്സ് ഫോർ ബിസിനസ്. അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് മറ്റു പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ബിസിനസ് റിലേഷൻഷിപ്പ് ഇവരൊക്കെ ആയിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നെറ്റ്വർക്കിംഗ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡോളിഞ്ചർ എന്നൊരാളുടെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലാംബ്രറ്റിൻ്റെ ഡെഫിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ രണ്ടിൽ നോക്കിയിട്ട് ഏതാണോ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ഹൃദയസ്ഥമാക്കി വെക്കുക. ഓക്കെ. ഓണ്ടർപ്രണോറിയൽ നെറ്റ്വർക്ക്സ് ആർ, നമുക്ക് ആദ്യത്തെ ഡെഫിനേഷൻ നോക്കാം. ഓണ്ടർപ്രണോറിയൽ നെറ്റ്വർക്ക്സ് ആർ ഓർഗനൈസ്ഡ് സിസ്റ്റംസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതർ ഓണ്ടർപ്രണേഴ്സ്, വിത്ത് റിലേറ്റീവ്സ്, എക്സ്റ്റേണൽ കൺസൾട്ടൻറ്റ് ആൻഡ് അതർ ഏജൻറ്റ്സ് ഓർ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. അപ്പം പാർട്ട്നേഴ്സായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസൾട്ടൻറ്റുമായിട്ടോ ഒക്കെ ഒരു ഓണ്ടർപ്രണറിന് വരുന്ന റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ കസ്റ്റമറുമായിട്ടോ സപ്ലയേഴ്സുമായിട്ടോ മറ്റ് ഓണ്ടർപ്രണേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റത്തിനെയാണ് ഓണ്ടർപ്രണോറിയൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. അതാണ് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. ഓണ്ടർപ്രണോറിയൽ നെറ്റ്വർക്ക്സ് ആർ ഓർഗനൈസ്ഡ് സിസ്റ്റംസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതർ ഓണ്ടർപ്രണേഴ്സ്, വിത്ത് റിലേറ്റീവ്സ്, എക്സ്റ്റേണൽ കൺസൾട്ടൻറ്റ് ആൻഡ് അതർ ഏജൻറ്റ് ഓർ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. അപ്പം ആ ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്കിങ്ങിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളത്. കസ്റ്റമേഴ്സ് ഉണ്ടാകും, സപ്ലയേഴ്സ് ഉണ്ടാകും, മറ്റ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാകും, റിലേറ്റീവ്സ്, എക്സ്റ്റേണൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ളവർ, അതുപോലെ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്, ഇവരൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഓണ്ടർപ്രണോറിയൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, എന്താണ് നെറ്റ്വർക്കിങ്ങിൻ്റെ പ്രാധാന്യം? നെറ്റ്വർക്കിംഗ് എൻഷ്യൂർസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽപ്സ് ടു ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഹൈലി സ്കിൽഡ് ഓണ്ടർപ്രണേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്, നാഷണാലിറ്റി ആൻഡ് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം പല നാഷണാലിറ്റികളിൽ, പല കൺട്രിയിലുള്ളത്, പല ഏജ് ഗ്രൂപ്പിലുള്ളത്, അതുപോലെ പല എക്സ്പീരിയൻസ് ഉള്ള ഓണ്ടർപ്രണേഴ്സുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനും നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം പല രാജ്യങ്ങളിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ പല ഫീൽഡിലുള്ളവരാവട്ടെ, എല്ലാ ഓണ്ടർപ്രണേഴ്സുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത്, ആസ് മോസ്റ്റ് ഓഫ് ദി റെപ്യൂട്ടഡ് ബിസിനസ് ഓണേഴ്സ് ജോയിൻ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് in networking activities, it will generate referrals and entrepreneur can thereby build a strong client base. അപ്പം പല ഓണ്ടർപ്രണേഴ്സുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ തന്നെയുള്ള പല ആക്ടിവിറ്റീസ്, ആ ഒരു ഓണ്ടർപ്രണേഴ്സുമായിട്ടുള്ള ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആവുന്ന വഴി ഒരു റെഫറലായിട്ട് എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ അറിയാം, ഒരു റെഫറൻസ് വെക്കാനായിട്ട് നമുക്ക് ഇന്ന ആളെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പം രണ്ടാമത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു റെഫറലായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്, ഇറ്റ് അസിസ്റ്റ് ദ ഓണ്ടർപ്രണർ ടു ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓർ ന്യൂ ഏരിയാസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. അപ്പം ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്ന വഴിയായിട്ടോ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ പുതിയ പാർട്ട്നേഴ്സിനെ ചേർക്കാനോ ഒക്കെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ നെറ്റ്വർക്കിംഗ് സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് ആരെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആവാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു ജോയിൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ബിസിനസ്സും കൂടി ചേർന്ന് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നെറ്റ്വർക്കിംഗ് വഴി ഒരു ഓണ്ടർപ്രണർക്ക് കിട്ടുന്നുണ്ട്.
ദെൻ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ എവർ ചേഞ്ചിങ് ബിസിനസ് ക്ലൈമറ്റ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ടാർഗറ്റ് മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ഓവറോൾ ട്രെൻഡ് ഇൻ ബിസിനസ്. അറ്റൻഡിങ് ബിസിനസ് സെമിനാർസ് ആൻഡ് നെറ്റ്വർക്കിംഗ് വിത്ത് ബിസിനസ് അസോസിയേറ്റ്സ് ആൻഡ് പിയർ റെഗുലർലി വിൽ ഹെൽപ്പ് ദ ഓണ്ടർപ്രണേഴ്സ് ടു കീപ് ഹിംസെൽഫ് അപ് ടു ഡേറ്റ്. അപ്പോൾ പറഞ്ഞ ഇത്രയും വലിയൊരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതാണ്. നമുക്കറിയാം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബിസിനസ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എൻവയോൺമെൻറ്റിലും എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. എന്ത് ചേഞ്ച് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു നോളജ് ഉണ്ടാകാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആകാനും സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗ്, അതുപോലെ ബിസിനസ് സെമിനാറൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിങ്ങിൽ അംഗമാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റ്വർക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന വഴി എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ വിജിലൻ്റ് ആയിട്ടിരിക്കാൻ ഒരു ഓണ്ടർപ്രണർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, along with increase in business, and entrepreneur can often give solution to his own business problems through networking. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ സീക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും നെറ്റ്വർക്കിംഗ് വഴി സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ അംഗമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Then sixth one, networking helps in expanding the frontier of knowledge of the entrepreneur. He can take advantage of the previous experience of others and also their point of view. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, മറ്റ് ഓണ്ടർപ്രണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ നോളജ് ഷെയർ ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് എടുക്കാനായിട്ടും അതുപോലെ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടും നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത്ത് വൺ, ഇൻ ദ ഏർലി ഫേസസ് ഓഫ് എ ന്യൂ ബിസിനസ്, റെഗുലർ അസോസിയേഷൻ വിത്ത് ഓണ്ടർപ്രണേഴ്സ് ഹു ആർ പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് വിൽ ബൂസ്റ്റ് ദ കോൺഫിഡൻസ് ആൻഡ് മൊറൈൽ ഓഫ് ദി ന്യൂ വെഞ്ചേഴ്സ്. അപ്പം പുതുതായിട്ട് തുടങ്ങുന്നൊരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ഫേസിൽ നിൽക്കുന്നൊരു ബിസിനസ് ആണെങ്കിൽ അതിൽ നമുക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസിറ്റീവ് വ്യൂ കിട്ടാനും ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ടും അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു വ്യൂ കിട്ടാനായിട്ടും നമ്മളെല്ലാം നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഈ പലരുമായിട്ട് അല്ലെങ്കിൽ പല ഓണ്ടർപ്രണേഴ്സുമായിട്ടോ പല സപ്ലയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ പല ബിസിനസ് ഫീൽഡുമായിട്ടോ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്ന മൂലം ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് എന്താണെന്നും അതുപോലെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒരു 5 പോയിൻ്റെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ് ഫ്രാഞ്ചൈസി ക്ഷണിക്കുന്നു അല്ലെ ഫ്രാഞ്ചൈസിങ് ഏജൻസി ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെലക്റ്റീവ്ലി ഡിസ്ട്രിബ്യൂട്ടിങ് ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ ഔട്ട്ലെറ്റ് ഓൺഡ് ബൈ ദ ഡീലർ. അപ്പം ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ വെച്ച് വിൽപ്പന നടത്താനായിട്ട് കൊടുക്കുന്ന ഒരു റൈറ്റിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസിങ് മൂലം ഒരു കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ കസ്റ്റമറിനെ അറിയിക്കാനായിട്ടും ഒരു മാനുഫാക്ചറിന് ഒരു പ്രൊഡ്യൂസറിന് ഈസി ആയിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രാഞ്ചൈസർ. ഇതിനകത്ത് 2 പാർട്ടീസാണ് ഉള്ളത്, ഫ്രാഞ്ചൈസി ആൻഡ് ഫ്രാഞ്ചൈസർ എന്നുള്ള 2 പേരും. ഇപ്പോൾ ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കമ്പനിയും ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഒരു റീറ്റെയിലറും എന്ന് പറഞ്ഞാൽ ആരാണോ റൈറ്റ് എടുക്കുന്നത് അവരെ ഫ്രാഞ്ചൈസി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ആ ഒരു ഡെഫിനേഷനിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഫ്രാഞ്ചൈസിങ് എന്നുള്ളത്. ഡേവിഡ് എച്ച് ഹോൾട്ട് എന്നൊരാളുടെ ഡെഫിനേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ച് വെച്ചിരിക്കണം. ഫ്രാഞ്ചൈസിങ് ഈസ് എ ബിസിനസ് സിസ്റ്റം ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട് ബിറ്റ്വീൻ എ പേരൻറ്റ് കമ്പനി കോൾഡ് ദ ഫ്രാഞ്ചൈസർ ആൻഡ് ദ അക്വയറിംഗ് ബിസിനസ് ഓണർ കോൾഡ് ദ ഫ്രാഞ്ചൈസി, giving the acquiring owner the right to sell goods or services, to use certain product names or brands, or to manufacture certain brand. അപ്പം ആ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഫ്രാഞ്ചൈസർ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്.
ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ എ പേരൻറ്റ് കമ്പനി ആൻഡ് അക്വയറിംഗ് ബിസിനസ് കമ്പനി. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു മാനുഫാക്ചറർ പേരൻറ്റ് കമ്പനി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസർ എന്നറിയപ്പെടുന്നു. അപ്പോൾ അക്വയറിംഗ് കമ്പനിയുണ്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആരാണോ അക്വയർ ചെയ്യുന്നത് അവരെ അക്വയറിംഗ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ കോൺട്രാക്റ്റ്? ടു യൂസ് സർട്ടൺ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ടു സെൽ ആൻഡ് മാനുഫാക്ചർ സർട്ടൺ പ്രോഡക്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് സെയിൽ നടത്താനായിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന റൈറ്റ്. അപ്പം ഏതെങ്കിലും ഒരു വെൽ നോൺ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് സെയിൽ നടത്താനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനായിട്ടോ കൊടുക്കുന്ന ഒരു റൈറ്റിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് കൊടുക്കുന്നത് പേരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസർ എന്ന് പറയും. റൈറ്റ് മേടിക്കുന്ന അക്വയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എന്ന് അറിയപ്പെടും. ഓക്കെ, ആ ഡെഫിനേഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ഈ ഫ്രാഞ്ചൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കിയേ. It is a contract by which the owner authorizes another party to use his brand product, business process and system in return for royalty, share of profit or commission. അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റോയൽറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആയിരിക്കും, ഇല്ലെങ്കിൽ കമ്മീഷൻ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ അത് എന്താണെങ്കിലും ആ ഒരു പ്രോഡക്റ്റിനെ കുറച്ച് കാലത്തേന് വിൽക്കാനായിട്ടോ ഇല്ലെങ്കിൽ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് കോപ്പി ചെയ്യാനായിട്ടോ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ പ്രോസസ്സ് കോപ്പി ചെയ്യാനായിട്ടോ ഒക്കെ കൊടുക്കുന്നൊരു ഓതറൈസേഷനാണ്, ഒരു പേരൻറ്റ് കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ ഓണർ കൊടുക്കുന്ന ഓതറൈസേഷനാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ദ ഫ്രാഞ്ചൈസി ഗെറ്റ് ദ റൈറ്റ് ടു യൂസ് ദ ഫ്രാഞ്ചൈസി ട്രേഡ് മാർക്ക് അണ്ടർ എ ലൈസൻസ്. അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിങ്ങിൽ ഫ്രാഞ്ചൈസറിൻ്റെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനായിട്ടും ഫ്രാഞ്ചൈസിക്ക് റൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ. ദ ഫ്രാഞ്ചൈസി ഹാസ് ടു ഫോളോ ദ പോളിസീസ് റിഗാർഡിംഗ് ദ മോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ബിസിനസ് ആസ് പെർ ദ എഗ്രിമെൻറ്റ്. അപ്പം എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫ്രാഞ്ചൈസർ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യമാണോ ആ കാര്യങ്ങളല്ലേ ആ പോളിസീസും ഫ്രാഞ്ചൈസർ ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു എഗ്രിമെൻറ്റിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാ പോളിസീസും ഫ്രാഞ്ചൈസർ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. Then the franchisor provide the franchisee with the continuous market support and technology to undertake business as stated in the agreement. അപ്പോൾ ഈ ഒരു ബിസിനസ് ഈ ഫ്രാഞ്ചൈസിങ് ഔട്ട്ലെറ്റിനുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുന്ന ആരായിരിക്കും? ഫ്രാഞ്ചൈസർ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ ടെക്നോളജിക്കലി സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ മെഷീനോ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു സർട്ടൺ പീരീഡിനുള്ളിൽ ഈ എഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന കാലത്തിൽ ഈ ഒരു ഔട്ട്ലെറ്റിന് വേണ്ട എല്ലാ ടെക്നോളജിക്കലായിട്ടും മാർക്കറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതും ഫ്രാഞ്ചൈസർ ആയിരിക്കും. ദെൻ ഓണർഷിപ്പ് കനോട്ട് ബി ട്രാൻസ്ഫർ ടു ദ ഫ്രാഞ്ചൈസി. അപ്പം പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ സെയിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴും ഫ്രാഞ്ചൈസറിൻ്റെ കയ്യിലായിരിക്കും. ഫ്രാഞ്ചൈസിക്ക് ഒരിക്കലും ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, ഇത് സെയിൽ നടത്താനുള്ള റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ദെൻ franchisee is permitted to use the business know-how and brand name for a specific period as mentioned in the agreement. ഫ്രാഞ്ചൈസി ഈസ് പെർമിറ്റഡ് ടു യൂസ് ദ ബിസിനസ് നോ ഹൗ ആൻഡ് ബ്രാൻഡ് നെയിം. അപ്പോൾ ഫ്രാഞ്ചൈസറിൻ്റെ ബ്രാൻഡ് നെയിമും അതുപോലെ ബിസിനസ്സിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനായിട്ട് ഫ്രാഞ്ചൈസിക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് കുറച്ച് നാളത്തേന്. അതായത് ഈ എഗ്രിമെൻറ്റ് എത്ര നാളത്തേനാണുള്ള അത്ര നാളത്തേന് ഫ്രാഞ്ചൈസറിൻ്റെ ബ്രാൻഡ് നെയിമും അതിൻ്റെ ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനായിട്ട് ഫ്രാഞ്ചൈസിക്ക് ഒരു അധികാരം കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദി ഫ്രാഞ്ചൈസിങ് പീരീഡ്. അപ്പം ഫ്രാഞ്ചൈസിങ് പീരീഡ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും ഈ ഒരു എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഫ്രാഞ്ചൈസർക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രാഞ്ചൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രാഞ്ചൈസിങ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രാഞ്ചൈസിങ് മേക്സ് ദ ടാസ്ക് ഓഫ് ഗെറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ടഡ് ഈസിയർ സിൻസ് ദ ഫ്രാഞ്ചൈസി ഗെറ്റ്സ് എ ബിസിനസ് ഫോമാറ്റ്. അപ്പം അടുത്ത പറഞ്ഞ ഫ്രാഞ്ചൈസിങ്ങിൽ ഒരു മാത്രമുള്ളൊരു പ്രത്യേകതയാണ് നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം എല്ലാ ഫോമാറ്റും ബിസിനസ് ഫോമാറ്റും അതുപോലെ എല്ലാം അതിൻ്റെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എല്ലാ ഫോർമാലിറ്റീസും ആര് തന്നെ ചെയ്യും? ഫ്രാഞ്ചൈസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ളൊരു അഡ്വൈസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫ്രാഞ്ചൈസിങ് വഴി ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് ഈസി ആയിരിക്കും. Second, there is less chance of failure as a franchisee tries a business format which is already tested and found to work. ഇപ്പോൾ ഫ്രാഞ്ചൈസർ
ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ ആയിരിക്കും ഫ്രാഞ്ചൈസിങ് വഴി ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ചാൻസസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. കാരണം ഓൾറെഡി മാർക്കറ്റിൽ കൊണ്ടുവന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ ഫ്രാഞ്ചൈസിങ് ആണ് ഈ ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്നത്. അപ്പോൾ റിസ്കിൻ്റെ സാധ്യത അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. തേർഡ് വൺ, എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രാഞ്ചൈസി ഹാസ് ഓൾവേസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് റെക്കഗ്നിഷൻ. അപ്പം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്രാഞ്ചൈസിങ് ആണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അതുവഴി ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പോപ്പുലർ ബ്രാൻഡും അതുപോലെ നല്ല ഗുഡ്വില്ലുള്ളൊരു പ്രോഡക്റ്റിൻ്റെ ഫ്രാഞ്ചൈസിങ് ഏറ്റെടുക്കുന്ന വഴി ഫ്രാഞ്ചൈസിക്കും ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നു. ദെൻ ഫോർത്ത് വൺ, ഫ്രാഞ്ചൈസിങ് മേ ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദി ഫ്രാഞ്ചൈസി. പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഫ്രാഞ്ചൈസിങ്ങിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകളിൽ ഫ്രാഞ്ചൈസിക്ക് സെയിൽ നടത്താൻ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് ക്യാഷിലാട്ടെ ക്രെഡിറ്റിലാട്ടെ കൊടുക്കുന്ന ആരാണ്? ഫ്രാഞ്ചൈസറാണ്. അങ്ങനെ വരുമ്പോൾ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിയുടെ കൂടുതലായിരിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ദ ഫ്രാഞ്ചൈസി ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദി ഫ്രാഞ്ചൈസേഴ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇംപ്രൂവിങ് ദ പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഫ്രാഞ്ചൈസറായിരിക്കും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഫ്രാഞ്ചൈസിക്കും കിട്ടുന്നു. സിക്സ് വൺ, ദ ഫ്രാഞ്ചൈസി ഹാസ് എ പ്രിവിലേജ്ഡ് റൈറ്റ് ടു ഫ്രാഞ്ചൈസി വിതിൻ എ ഗിവൺ ഏരിയ. അപ്പം ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഫ്രാഞ്ചൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസിക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആ പ്രോഡക്റ്റിൻ്റെ മേലുള്ള റൈറ്റ് ഫ്രാഞ്ചൈസിക്കായിരിക്കും കിട്ടുന്നത്. സെവൻത് വൺ, ദ പ്രോസ്പെക്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ലോൺ ഫെസിലിറ്റീസ് ഇൻ കേസ് ഓഫ് ഫ്രാഞ്ചൈസിങ് ഈസ് മോർ കമ്പയർഡ് ടു അതർ ബിസിനസ്. മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് ഒരു ലോൺ ഫെസിലിറ്റി കൂടുതൽ കിട്ടുന്ന ഫ്രാഞ്ചൈസിങ് ആയിരിക്കും. കാരണം ലെസ് റിസ്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോൺ ഫെസിലിറ്റീസും മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിങ് ബിസിനസ്സിന് ഈസി ആയിട്ട് കിട്ടുന്നു. എയ്ത്ത് വൺ, ദ ഫ്രാഞ്ചൈസി ഗെറ്റ് ദ റൈറ്റ് ടു യൂസ് ഫ്രാഞ്ചൈസസ് ട്രേഡ് മാർക്ക് അണ്ടർ എ ലൈസൻസ്. അപ്പം ഒരു ലൈസൻസ് ആയിട്ട് ഒരു ട്രേഡ് മാർക്ക് ഫ്രാഞ്ചൈസറിൻ്റെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനായിട്ട് ഫ്രാഞ്ചൈസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നയൻത് വൺ, ഫ്രാഞ്ചൈസിങ് എക്സ്പാൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ദി ഫ്രാഞ്ചൈസർ ആൻഡ് ഹെൽപ്സ് ഹിം ഒബ്റ്റെയിൻ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റൽ. ഫ്രാഞ്ചൈസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഫ്രാഞ്ചൈസിങ് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ക്യാപിറ്റൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പുതിയ പുതിയ ഫ്രാഞ്ചൈസികൾ വരുന്ന വഴി ക്യാപിറ്റൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബിസിനസ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും ഫ്രാഞ്ചൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 10th one, the franchisor is provided with regular feedback regarding the product, its popularity and the need and choice of customers. ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ആ പ്രോഡക്റ്റ് പോപ്പുലറാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ റെഗുലർ ബേസിസിൽ ഫ്രാഞ്ചൈസർക്ക് കിട്ടുന്നു. ദെൻ 11th one, the increase in areas of operation helps ഇൻ ഇംപ്രൂവിങ് ദ ഗുഡ് വിൽ ഓഫ് ദി ബിസിനസ്. അപ്പം ഓരോ ഏരിയയിലും ഈ ഔട്ട്ലെറ്റ് തുടങ്ങുന്ന വഴി ആ ബിസിനസ്സിൻ്റെ അല്ലെ ആ പ്രോഡക്റ്റിൻ്റെ ഗുഡ് വില്ലിന് ഒരു പോപ്പുലാരിറ്റി വരുന്നു. ലാസ്റ്റ് വൺ, ടാലൻറ്റഡ് പീപ്പിൾ ക്യാൻ അട്രാക്ട് ടു ഫ്രാഞ്ചൈസിങ് ആസ് എ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ബിസിനസ് ഇസ് ലെസ് കമ്പയർഡ് ടു സ്റ്റാർട്ടിങ് എ ന്യൂ വൺ. അപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഫ്രാഞ്ചൈസിങ്ങിലോട്ട് വരാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ അതിൽ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലെസ് റിസ്ക് ആണ് അല്ലെങ്കിൽ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ ഫ്രാഞ്ചൈസിങ് ബിസിനസ്സിലോട്ട് വരാനുള്ള മറ്റ് ബിസിനസ്സെ വെച്ച് നോക്കുമ്പം മറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫോർമാലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഫ്രാഞ്ചൈസിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ദ ഫ്രാഞ്ചൈസി ടു മേക്ക് യൂസ് ഓഫ് ഹിസ് ക്രിയേറ്റിവിറ്റി. ഹി ഹാസ് ടു വർക്ക് ആസ് പെർ ദ ബിസിനസ് ഫോർമാറ്റ് ഗിവൺ ബൈ ദ ഫ്രാഞ്ചൈസർ. അപ്പം ഫ്രാഞ്ചൈസർ പറയുന്ന രീതിയിൽ മാത്രം ആ ഫോർമാറ്റ് മാത്രമാണ് ബിസിനസ് നടക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്രാഞ്ചൈസി എത്ര ടാലൻ്റ് ഉള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം കഴിവുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് മൊത്തം ക്രിയേറ്റിവിറ്റി സ്കില്ലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലോട്ട് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഫ്രാഞ്ചൈസർ പറയുന്ന രീതിയിൽ മാത്രമാണ് ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഒരു ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്, എ നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര ആർ ഇമ്പോസ്ഡ് അപ്പോൺ ദ ഫ്രാഞ്ചൈസി. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ന ഏരിയയിലാണ് തുടങ്ങാവുള്ളൂ, അതുപോലെ ഇത്ര രീതിയിലുള്ള ഓപ്പറേഷൻസാണ് സാധിക്കാവുള്ളൂ, അതുപോലെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഫ്രാഞ്ചൈസിയുടെ മേലെ ഫ്രാഞ്ചൈസർ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനിൽ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്.
Then, a franchisee cannot sell the business to the highest bidder or leave it for a member of his family without permission from the franchisor. ഇപ്പോൾ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിലും ഫ്രാഞ്ചൈസിക്ക് ഒരിക്കലും ആ ബിസിനസ് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരാൾക്ക് കൊടുക്കാനായിട്ടോ സാധിക്കത്തില്ല. ഫ്രാഞ്ചൈസറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, അദ്ദേഹം പെർമിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ബിസിനസ് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്നുള്ളൂ. ദെൻ ഫോർത്ത് ഡിസഡ്വാൻറ്റേജ്, ഗുഡ് വിൽ ഓൾവേസ് റിമെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫ്രാഞ്ചൈസർ ഇൻ സ്പൈറ്റ് ഓഫ് ദി എഫേർട്ട് മെയ്ഡ് ബൈ ദ ഫ്രാഞ്ചൈസി. അപ്പോൾ ഫ്രാഞ്ചൈസി എത്രത്തോളം എഫേർട്ട് ചെയ്താലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എത്രത്തോളം അദ്ദേഹം മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയാലും ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർക്കായിരിക്കും? ഫ്രാഞ്ചൈസർക്കായിരിക്കും. അതായത് ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചർ ആരാണോ അദ്ദേഹത്തിന് മാത്രമാണ് ഗുഡ് വില്ല് കിട്ടത്തുള്ളൂ. ഫ്രാഞ്ചൈസി എത്ര നന്നായിട്ട് ബിസിനസ് കൊണ്ടായാലും ഫ്രാഞ്ചൈസിക്ക് അതിൻ്റേതായ ഗുഡ് വില്ല് കിട്ടുന്നില്ല. Franchisor generally reserve the opinion to buy back an outlet upon termination of the contract. Consequently, a franchisee always operates under the constant fear of non-renewal of the franchisee agreement. അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് നിൽക്കുന്നത് ഫ്രാഞ്ചൈസർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫ്രാഞ്ചൈസിക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും, എപ്പോൾ വേണമെങ്കിലും ഒരു റിന്യൂ ചെയ്ത് കിട്ടത്തില്ല, അല്ലെ എപ്പോൾ വേണമെങ്കിലും ഇത് നിന്ന് പോകാം എന്നൊരു ഫിയറിൻ്റെ കീഴിലായിരിക്കും അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് റീസൺ ആണെങ്കിലും ഫ്രാഞ്ചൈസർക്ക് ആ ഒരു ബിസിനസ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു ഫിയറിലായിരിക്കും ഫ്രാഞ്ചൈസി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഫ്രാഞ്ചൈസി എൻജോയ്സ് എ ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു അഭാവം ഫ്രാഞ്ചൈസിക്ക് എപ്പോഴും തന്നെ ഫീൽ ചെയ്തതായിട്ട് വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്താണെന്നും അതിൻ്റെ രണ്ട് പാർട്ടീസാണുള്ളതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു പോർഷൻ വരെ നമുക്ക് MSME കുറിച്ചുള്ളതാണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ്. അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, താങ്ക് യു.